ആരോഗ്യം അമൂല്യം. അപ്പൻഡിസൈറ്റിസ്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ജനറൽ സർജൻ ഡോക്ടർ അക്ഷയ് വിശ്വനാഥ് UV. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സർജിക്കൽ എമർജൻസിയായ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് അപ്പൻഡിക്സ്? എന്താണ് അപ്പൻഡിസൈറ്റിസ്? നമ്മളുടെ അടിവയറിൻ്റെ വലതുഭാഗത്തായി ചെറുകുടലും വൻകുടലും ചേരുന്നിടത്ത് വൻകുടലിൻ്റെ ആദ്യ ഭാഗമായ സീക്കത്തിൽ നിന്ന് ആരംഭിക്കുന്ന സാധാരണഗതിയിൽ 6 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഒരു അവയവമാണ് അപ്പൻഡിക്സ്. മനുഷ്യ ശരീരത്തിൽ പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നുമില്ലാത്ത ഒരു വെസ്റ്റീജിയൽ ഓർഗണായാണ് അപ്പൻഡിക്സിനെ കണക്കാക്കിയിരിക്കുന്നത്. ഈ അപ്പൻഡിക്സിൽ പഴുപ്പ് വരുന്ന അവസ്ഥയാണ് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ്. എന്തുകൊണ്ടാണ് അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവുന്നത്? അപ്പൻഡിക്സ് വൻകുടലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ദ്വാരമുണ്ട്. കട്ടിയായ മലം അഥവാ ഫീക്കോലിത്ത് മൂലമോ വിരകൾ മൂലമോ ഭക്ഷണ പദാർത്ഥങ്ങൾ മൂലമോ ഈ ദ്വാരം അടയുകയും അപ്പൻഡിക്സിൽ നീർക്കെട്ടുണ്ടാവുകയും ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ ലിംഫോയിഡ് ഗ്രന്ഥികളുടെ തടിപ്പ് മൂലമോ അപൂർവമായി ക്യാൻസർ മൂലമോ ഇത് സംഭവിക്കുന്നു. അപ്പൻഡിക്സിനകത്ത് നീര് കെട്ടിക്കിടക്കുകയും പിന്നീട് അപ്പൻഡിക്സ് പൊട്ടി പഴുപ്പ് വയറ്റിനകത്ത് മുഴുവൻ പടരുകയും ചെയ്യുന്നു. എന്താണ് അപ്പൻഡിസൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങൾ? അപ്പൻഡിക്സിൽ പഴുപ്പ് ബാധിച്ച രോഗികൾക്ക് ആദ്യം പൊക്കിളിന് ചുറ്റുമുള്ള വേദനയാണ് കാണപ്പെടാറ്. പിന്നീട് ഈ വേദന അടിവയറിൻ്റെ വലതുഭാഗത്തേക്കായി അനുഭവപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ പനിയും ഓക്കാനത്തോടു കൂടിയുള്ള ഛർദിയും ഉണ്ടാവാറുണ്ട്. പിന്നീട് അപ്പൻഡിക്സ് പൊട്ടി പഴുപ്പ് വയറ്റിനകത്ത് പടർന്നാൽ വയറ് മൊത്തമായുള്ള വേദനയും ശക്തമായ പനിയും ഉണ്ടാവുന്നു. ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ രോഗിക്ക് മരണം വരെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. രോഗിയെ പരിശോധിക്കുമ്പോൾ അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് സംശയം തോന്നിയാൽ ഉടൻ തന്നെ വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുവാനായി സർജൻ ആവശ്യപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ രോഗിയുടെ രക്തപരിശോധനയും രോഗനിർണയത്തിന് സഹായകരമാവുന്നു. ചിലപ്പോഴൊക്കെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കൃത്യമായ രോഗനിർണയം നടത്തുവാൻ സാധ്യമല്ലാതെ വരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ രോഗിയുടെ വയറിൻ്റെ CT സ്കാൻ ചെയ്യുകയാണ് ഉചിതം. അപ്പൻഡിസൈറ്റിസ് കൺഫേം ആയി കഴിഞ്ഞാൽ സർജറി തന്നെയാണ് ചികിത്സ. വളരെ ചെറിയ രോഗലക്ഷണങ്ങൾ മാത്രമുള്ള രോഗികൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ നൽകി ചികിത്സിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അത്തരം രോഗികൾക്ക് വീണ്ടും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൻഡിസൈറ്റിസിന് ഓപ്പൺ ശസ്ത്രക്രിയയും ലാപ്രോസ്കോപ്പി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയും ലഭ്യമാണ്. അടിവയറ്റിൽ 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു മുറിവുണ്ടാക്കി അപ്പൻഡിക്സ് നീക്കം ചെയ്യുന്നതാണ് ഓപ്പൺ ശസ്ത്രക്രിയാ രീതി. ഇതിനെ അപേക്ഷിച്ച് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ വളരെ ചെറിയ മുറിവുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ വയറിൻ്റെ ഉൾവശം നന്നായി കാണുവാനും വയറിനകത്ത് പഴുപ്പോ നീരോ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുവാനും സാധിക്കുന്നു. താരതമ്യേന വേദന കുറവാണ് എന്നതും രോഗിക്ക് വളരെ വേഗത്തിൽ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാം എന്നുള്ളതും താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു. അപ്പൻഡിസൈറ്റിസ്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ജനറൽ സർജൻ ഡോക്ടർ അക്ഷയ് വിശ്വനാഥ് UV.